ഹലോ എവരി വൺ. നമ്മളിന്ന് നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ SSCയുടെ കേസ് പറയുകയാണെങ്കിൽ RRBയുടെ കേസ് പറയുകയാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മളിത് കൂടുതലും RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഗ്രൂപ്പ് ഡിയുടെ കേസ് പറയുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു അറൌണ്ട് 25 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ 3 to 4 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, നമ്പർ സിസ്റ്റത്തിൽ നിന്നായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് 3 അല്ലെങ്കിൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ഞാൻ ഡിവിസിബിലിറ്റി റൂൾ പറയാം. അത് ജസ്റ്റ് കേട്ടിരുന്നോളുക. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്തു. ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുകയില്ലോ എന്ന് എങ്ങനെ നോക്കിയാൽ മതി? അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. യൂണിറ്റ് ഡിജിറ്റ് ഷുഡ് ബി ഈവൻ, അല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയോ, 4682. യൂണിറ്റ് ഡിജിറ്റ് എന്താ? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന അവസാനത്തെ ഡിജിറ്റ് ആണ്. എത്രയാണ്? 2 ആണ്, അല്ലേ? 2 എന്ന് പറയുന്നത് ഈവൻ ആണ്. അപ്പോൾ ഇത് ഈവൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എന്തായിരിക്കും? 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. മറിച്ച് 4682 1 എന്നായിരുന്നെങ്കിലോ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 1 ആണ്, അത് ഈവൻ ആണ്, അല്ലേ? അതുകൊണ്ട് ഈ നമ്പർ എന്തായിരിക്കില്ല? സോറി, 1 ഈവൻ അല്ലല്ലോ, 1 ഓഡ് ആണ്. അതുകൊണ്ട് ഈ നമ്പർ 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകില്ല. ഇനി അടുത്ത 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ ഒരു നമ്പർ തന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എന്താണ്? അതിൻ്റെ ഡിജിറ്റിൻ്റെ സം 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് സം ഓഫ് ദ ഡിജിറ്റ്സ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് ഒരു ഉദാഹരണം പറയാം. 4 5 3 3 6 എടുത്തു. ഓക്കെ, 4 5 3 6. ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം, അതായത് 4 + 5 + 3 + 6 എന്ത് കിട്ടി? 4 + 5 എത്ര? 9. 9 + 3 12. 12 + 6 18. എന്ത് കിട്ടി? ഡിജിറ്റിന്റെ സം 18 എന്ന് കിട്ടി. ഈ ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകണം. 18 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും, അല്ലേ? അപ്പൊ എൻ്റയർ നമ്പർ എന്തായിരിക്കും? 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഇനി വേറൊരു നമ്പർ നോക്കിയേ, 7231. ഇത് നോക്കിയേ, 7 + 3 10, 10 + 2 12, 12 + 1 13. 13 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ എൻ്റയർ നമ്പർ എന്താകില്ല? 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആകില്ല. ക്ലിയർ അല്ലേ? ഇനി അടുത്ത 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ, ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്, ഓക്കെ, എത്ര വലിയ നമ്പർ വേണോ ആയിക്കോട്ടെ, അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 4. നോക്കുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3672. നോക്കി, ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 72. 72 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? 72 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. അപ്പൊ ഈ എൻ്റയർ നമ്പർ എന്തായിരിക്കും? 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 47835. ഇത് നോക്കിയേ, ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 35. 35 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ എൻ്റയർ നമ്പർ 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകില്ല. ഇനി മറിച്ച് ഇവിടെ 56 എന്നായിരുന്നെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 56 ആണ്. അപ്പം 56 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? 56 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. അപ്പൊ ഈ എൻ്റയർ നമ്പർ എന്തായിരിക്കും? 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഓക്കെ, ഇനി 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ. 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ? യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കണം. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 68500. ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 0. അപ്പൊ ഈ എൻ്റയർ നമ്പർ എന്തായിരിക്കും? 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയിരിക്കും. ബാക്കിയുള്ള ഡിജിറ്റ്സ് എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കണം. വേറൊരു ഉദാഹരണം 7893. 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 3 ആണ്. ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം. മറിച്ച് 3 5 എന്നായിരുന്നെങ്കിലോ യൂണിറ്റ് ഡിജിറ്റ് 5 ആയി. അപ്പൊ എൻ്റയർ നമ്പർ എന്തായി? 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇനി അടുത്ത 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ.
സിക്സ് എന്ന് പറയുന്നത് ഒരു കോപ്രൈം നമ്പർ ആണ് അല്ലേ? സിക്സ് എന്ന് പറയുന്ന ഒരു കോപ്രൈം ആണ്. അതുകൊണ്ട് സിക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? സിക്സിനെ 2 × 3 എന്ന് എഴുതിയാൽ പോരെ. അപ്പൊ 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നോക്കിയാൽ മതി അല്ലേ? 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നോക്കിയാൽ അതെന്താണെന്ന് അറിയാം. 6ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവില്ലോ എന്ന് അറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1684 നോക്കിയേ. 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? യൂണിറ്റ് ഡിജിറ്റ് 2 ആയിരിക്കും, യൂണിറ്റ് ഡിജിറ്റ് ഈവൻ ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണ്, 4 ഈവൻ ആണ്. ഇനി അടുത്ത 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? സം ഓഫ് ദ ഡിജിറ്റ്സ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. സം ഓഫ് ദ ഡിജിറ്റ് എന്തായിരിക്കണം? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടുത്തെ കേസ് നോക്കുക. 1 + 8 + 8 + 4. നമുക്ക് എന്ത് കിട്ടി? 1 + 8 9, 9 + 8 17, 17 + 4 21. 21 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഡിവിസിബിൾ ആകും. അപ്പൊ ഈ എൻറ്റയർ നമ്പർ എന്താ? 6ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും അല്ലെ? കാരണം 3യുടെ ടേബിളിൽ ഇത് ഡിവിസിബിൾ ആകും, 2ന്റെ ടേബിളിൽ ഇത് ഡിവിസിബിൾ ആകും. അപ്പൊ ഈ എൻറ്റയർ നമ്പർ എന്തായി? 6ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ഓക്കെ, അപ്പൊ 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് എന്താണ്? 2ന്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 2ന്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി 7ന്റേത് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഈ രീതിയിൽ നോക്കാം. പക്ഷെ ഒരു 5 ഡിജിറ്റ് നമ്പർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതി ചെയ്യുന്നതായിരിക്കും എളുപ്പം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഒരു നമ്പർ, ഒരു 3 ഡിജിറ്റ് നമ്പർ, ആദ്യം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു 3 ഡിജിറ്റ് നമ്പർ നമുക്ക് 875. ഇതിന്റെ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാൻ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ് അല്ലെ? 5നെ എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതാണ് യൂണിറ്റ് ഡിജിറ്റ് എങ്കിലും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള റിമൈനിങ് പ്രോഡക്റ്റ് എന്താ? 87 ആണ്. 87ൽ നിന്ന് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 87ൽ നിന്ന് 10 കുറച്ചാൽ എത്ര കിട്ടി? 77 കിട്ടി. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടന്റ് ഒന്നെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കിട്ടുന്ന റിസൾട്ടന്റ് ഒന്നെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കണം. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ നമ്പർ എന്തായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 77 എന്ന് പറയുന്നത് 0 അല്ല, പക്ഷെ അത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എൻറ്റയർ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി മറിച്ചൊരു 4 ഡിജിറ്റ് നമ്പറാ വന്നതെന്ന് വിചാരിക്കും. ഒരു 4 ഡിജിറ്റ് നമ്പർ 5103. ഓക്കെ, 5103. നേരത്തെ പോലെ തന്നെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 എന്ത് കിട്ടി? 6 കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള ഡിജിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 510ൽ നിന്ന് 6 കുറച്ചാൽ 510ൽ നിന്ന് 6 കുറച്ചാൽ ബാക്കി എത്ര? 504. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ 504 6ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ, 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ ഒന്നുകൂടെ ചെയ്യാം. അതായത് യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, 4, 4നെ × 2 ചെയ്യുക. എന്ത് കിട്ടി? 8 കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള റിമൈനിങ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 15 - 8. 15 - 8 എത്ര? 42. 42 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമല്ലോ. അപ്പൊ എൻറ്റയർ നമ്പർ എന്തായിരിക്കും? 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയിരിക്കും. ഈ 5103 എന്ന് പറയുന്നത് എന്താണ്? 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്, ഓക്കെ, 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് നമ്മുടെ 4ന്റെ ഡിവിസിബിലിറ്റി റൂളുമായിട്ട് ഒരു ബന്ധമുണ്ടേ. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 8. ബാക്കിയുള്ള ഡിജിറ്റ്സ് എന്ത് വേണോ ആയിക്കോട്ടെ, ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എന്തായിരിക്കണം? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, എത്ര വലിയ നമ്പർ വേണോ ആയിക്കോട്ടെ, 4 1 5 3 ഡിജിറ്റ് എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത്, അവസാനത്തെ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ നോക്കി, ഇവിടെ അവസാനത്തെ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ? 384 ആണ്. 384 എന്ന് പറയുന്നത് 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? പറഞ്ഞേ. 384 ഡിവൈഡഡ് ബൈ 8. 384 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഡിവിസിബിൾ ആകും അല്ലെ? അപ്പൊ ഈ എൻറ്റയർ നമ്പർ എന്തായി? 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. നോക്കിയാൽ 32 64 ഡിവിസിബിൾ ആവും അല്ലെ? അപ്പൊ ഈ എൻറ്റയർ നമ്പർ എന്തായി? 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ഇനി മറിച്ച് നോക്കിയാൽ 4 1 2 6 8 1. ഇത് ലാസ്റ്റ് 3 ഡിജിറ്റ് 681. 681 എന്ന് പറയുന്നത് 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ എൻറ്റയർ നമ്പർ എന്തല്ല? 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകില്ല.
ഓക്കെ, ക്ലിയർ അല്ലേ? 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എൻ്റയർ നമ്പർ എന്തായിരിക്കും? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പം ഈ RRBയുടെ കേസ് എടുത്താൽ RRBയിൽ ഏതാണെങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, 11ന്റെ, 6ന്റെ, 3ന്റെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ RRBയുടെ തന്നെ ഏത് എടുക്കുകയാണെങ്കിലും, മറ്റേ JEE ആണെങ്കിലും ALP ആണെങ്കിലും ഏതാണെങ്കിലും ഒരു 2 to 3 ക്വസ്റ്റ്യൻ ഇത് ഈ ടോപ്പിക്കായിട്ട്, ഡിവിസിബിലിറ്റി റൂൾ ടോപ്പിക്കായിട്ട് മാത്രം റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ PYQ ഒക്കെ ഉടനെ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ. നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 3യുടെ എന്തായിരുന്നു? ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് സം ഓഫ് ദ ഡിജിറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 9. ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 9. ശ്രദ്ധിക്കുക, 3, 8, 4, 3 നോക്കുക. ഇത് നോക്കിയേ, ഇതിന്റെ സം എന്താ? 3 + 8 11, 11 + 4 15, 15 + 3 18. 18 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും, ഡിവിസിബിൾ ആവും. പക്ഷെ എൻ്റയർ നമ്പർ അപ്പൊ എന്തായി? 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ശ്രദ്ധിക്കുക, 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം, അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് 384 എന്ന് മാത്രമേ ഉള്ളൂ. 384 എന്ന് പറയുന്നത് അതിന്റെ ഡിജിറ്റിന്റെ സം എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. അപ്പൊ 15 എന്ന് പറയുന്നത് 3യുടെ ഡിവിസിബിൾ ആണ്. പക്ഷെ 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകില്ല. അപ്പൊ ഈ 384 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആകും, പക്ഷേ 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകില്ല. 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത 10ാമത്. 10ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? എല്ലാവർക്കും അറിയാം അല്ലെ? 10 ഏറ്റവും എളുപ്പമുള്ള. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? യൂണിറ്റ് ഡിജിറ്റ് ഷുഡ് ബി 0. അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനി 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉള്ളതിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 11ന്റെയാണ്. ഓക്കെ, 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഒരു നമ്പർ തന്നു 10615. ഇനി 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന നമ്പർ എടുക്കുക. ഏതൊക്കെയാ ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന? 1ാമതിരിക്കുന്ന നമ്പർ, 3ാമതിരിക്കുന്ന നമ്പർ, 5ാമതിരിക്കുന്ന നമ്പർ. 1, 3, 5. അതായത് ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന നമ്പർ എടുക്കുക. എന്നിട്ട് അതിനെ സം ചെയ്യുക. ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന നമ്പറിനെ സം ചെയ്ത് എന്ത് കിട്ടി? 1 + 6 + 5. 1 + 6 + 5 എന്ത് കിട്ടി? 12 കിട്ടി. അതേപോലെ ഈവൻ പൊസിഷൻസിൽ ഇരിക്കുന്നതിന്റെ സം എടുക്കുക. ഈവൻ പൊസിഷൻസിൽ ഇരിക്കുന്ന ആരൊക്കെയുള്ളൂ? 0യും 1ഉം ഉള്ളൂ. 0 + 1 1. എന്നിട്ട് ഈ രണ്ടും നമുക്ക് കിട്ടിയ 2 റിസൾട്ടന്റും സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ 2 ഇതും എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒന്നെങ്കിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ നമുക്ക് എന്താ കിട്ടിയ? 11 എന്നാ കിട്ടിയ. 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവില്ല. അപ്പൊ ഈ എൻ്റയർ നമ്പർ എന്തായി? 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ PYQയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നിങ്ങൾക്ക് HCFും LCMും കണ്ടുപിടിക്കാൻ അറിയാലോ. HCFും LCMും ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നോ, ഇൻ കേസ് അറിയാത്തവരുണ്ടെങ്കിൽ. HCM എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് എന്താ? HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? HCM അല്ല, സോറി, HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതേപോലെ LCM എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി ശ്രദ്ധിക്കുക, HCFന്റെ കേസ് പറയാം. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ തന്നു 18ഉം 54. ഓക്കെ, നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ HCF എന്താണ്? HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ 2 നമ്പറിലും കോമൺ ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് ഫാക്ടർ.
അതായത് ആ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ഇതിലും മൾട്ടിപ്ലൈ ആകും ഇതിലും മൾട്ടിപ്ലൈ ആകും അല്ലെ, 18 മൾട്ടിപ്ലൈ ആകും 54 മൾട്ടിപ്ലൈ ആകും. പക്ഷെ 3 എന്ന് പറയുന്നത് എന്താണ്, 18 മൾട്ടിപ്ലൈ ആകും 54 മൾട്ടിപ്ലൈ ആകും. അങ്ങനെ നോക്കാനായിട്ട് ഹയസ്റ്റ് ആയിട്ട് വരുന്ന കോമൺ ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 18, 54. ഈ 18 എന്ന് പറയുന്നത് 2ന്റെ ടേബിൾ ഡിവിസിബിൾ ആകും 9, അതേപോലെ 54 2ന്റെ ടേബിൾ ഡിവിസിബിൾ ആകും അല്ലെ. ഇനി എന്ത് ഡിവിസിബിൾ ആകും? ഇനി 9 എന്ന് പറയുന്നതും 9ന്റെ ടേബിളിലും ഡിവിസിബിൾ ആകും, 27ന്റെ ടേബിളിലും ഡിവിസിബിൾ ആകും. ഇനി ബാക്കിയെല്ലാം ഒന്നേ ഉള്ളൂ. രണ്ടിലും കോമൺ ആയിട്ട് ഡിവിസിബിൾ ആവുന്ന എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ അല്ലെ. 1 ആയതുകൊണ്ട് എടുക്കണ്ട. ഇനി നോക്ക്, കോമൺ ആയിട്ട് എന്തേ ഉള്ളൂ? 2ഉം 9 ഉള്ളൂ. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്താണ്? 2 × 9 18. ഓക്കെ, 18 എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന 18ന്റെയും 54ന്റെയും HCF എന്ന് പറയുന്നത്. അതെല്ലാ കേസിലും ഇങ്ങനെ ആവണമെന്നില്ല, ഓരോ കേസിലും മാറും. ഇനി അടുത്ത LCM എന്ന് പറയുന്നത് എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ശ്രദ്ധിക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് ഏറ്റവും ചെറിയൊരു വാല്യൂ. ആ വാല്യൂ എന്ന് പറയുന്നത് 18ന്റെ ടേബിളിലും ഡിവിസിബിൾ ആകും, 54ന്റെ ടേബിളിലും ഡിവിസിബിൾ ആകും. ഓക്കെ, നമുക്ക് നോക്കാം LCM എങ്ങനെ എടുക്കേണ്ടത്. നേരത്തെ പോലെ തന്നെ 18, 54, 9 എടുക്കുകയാണെങ്കിൽ 2, 6, പിന്നെ 2, 1, 3. നമ്മൾ എന്ത് ചെയ്യുക? 1, 1 വരുന്ന വരെ ചെയ്യുക. 1, 1. ഓക്കെ, 9 × 2 എത്ര? 18, 18 × 3 എത്ര? 54. നമുക്ക് LCM എത്രയെന്ന് കിട്ടി? 54 എന്ന് കിട്ടി. ഓക്കെ, LCM എത്രയെന്ന് കിട്ടി? 54 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? LCM എന്താണ്? അതായത് നോക്കിയേ, ഈ 54 എന്ന് പറയുന്നത് 18ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവൂലേ? 18 × 3 ആണ് എത്രയെന്ന് പറയുന്നത്? 54 എന്ന് പറയുന്നത്. അതേപോലെ 54 × 1 എന്ന് പറയുന്നതാണ് 54. ഏറ്റവും ചെറിയ വാല്യൂ 18ലും 54ലും ഡിവിസിബിൾ ആവുന്ന കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 54 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് 36 എന്ന് പറയുന്നത് 18ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും, പക്ഷെ 54ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും ഇല്ല, എന്ന് മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ. ഏറ്റവും ചെറിയ വാല്യൂ 54 ആണ്. വലിയ വാല്യൂ അങ്ങോട്ട് വരുന്നത് ഇനി ഒരുപാട് വരും. ഈ 108 എന്ന് പറയുന്നത് 18ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും, 54ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. പക്ഷെ ഏറ്റവും ചെറിയ ലീസ്റ്റ്, ഫുൾ ഫോം ശ്രദ്ധിക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി ഇതിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് രണ്ട് നമ്പർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, എക്സും വൈയും. അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ് ഇൻറ്റു വൈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പറിന്റെ LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്താണ്? നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് അതിന്റെ LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് LCM ഇൻറ്റു HCF ആയിരിക്കും. അതായത് മേളത്തെ കേസ് തന്നെ എടുത്തോ. എൻ്റെ ഒരു വാല്യൂ എത്രയാ? 18 ആയിരുന്നു. വേറൊരു വാല്യൂ എത്രയാ? 54 ആയിരുന്നു. 18 × 54 ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയ LCM എത്ര ഈ കേസിൽ? 54. HCF എത്ര കിട്ടി? 18. 54 × 18 അത് ഈക്വൽ അല്ലേ? ഓക്കെ, ഈക്വൽ അല്ലേ? അതുകൊണ്ട് ഈ കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കുക. റിലേഷൻ ബിറ്റ്വീൻ LCM, HCF ആൻഡ് ദ പ്രോഡക്ട്സ്. X × Y ഈസ് ഈക്വൽ ടു LCM × HCF. ഇത് 2 കേസ് വരുമ്പോൾ മാത്രമുള്ളതാണ്, 3 കേസ് വരുമ്പോൾ ഉള്ളതല്ല. എപ്പോഴും ശ്രദ്ധിക്കുക, 2 നമ്പറേ പാടുള്ളൂ, എക്സും വൈയും. ഓക്കെ, ചിലപ്പോൾ 36ഉം 240 ആവാം. ഓക്കെ, എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ 2 ഡിജിറ്റ് വരാളൂ. 3 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താണ്? 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് LCM × HCFന് ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് PYQ ചെയ്യാം. എല്ലാം ഈ വർഷത്തെ തന്നെ RRBയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക, ഇത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ചോദിച്ചതാണ്. എന്താ വെച്ചിരിക്കുന്നത്? എളുപ്പ ക്വസ്റ്റ്യൻ അല്ലേ? ദ HCF ഓഫ് 240, 360 ആൻഡ് 480 അല്ലേ? നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 240, 360, 480 ഇതിന്റെ HCF ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതിന്റെ കോമൺ ഫാക്ടർ ഏതാ? HCF എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ കോമൺ ഫാക്ടർ. 3ലും ഡിവിസിബിൾ ആണ്. 10 3ലും ഡിവിസിബിൾ ആവൂലേ? 240നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി 24, 360നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി 36, 480നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി 48. ഇനി നോക്കുക, 24, 36, 48. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ആദ്യം 2 എടുക്കുക, പിന്നെ 3 എടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ കോമൺ ഫാക്ടർ ആയിരിക്കണം എന്നുള്ളത്. ബാക്കിയുള്ള 12 എടുക്കാമല്ലോ. 12 24ന്റെ ടേബിളിൽ പോകും, 36ന്റെ ടേബിളിൽ പോകും, 48ന്റെ ടേബിളിലും പോകും അല്ലെ? അപ്പൊ 12 24 എത്ര തവണ? 2 തവണ. 36 എത്ര തവണ? 3 തവണ. 48 എത്ര തവണ? 48 ഡിവൈഡ് ബൈ 12 എത്ര? 4. ഇനി ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇനി 2 എടുക്കായിരുന്നു, പക്ഷെ 2 എടുത്തു കഴിഞ്ഞാൽ 3യുടെ ടേബിൾ ഡിവിസിബിൾ ആവില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, 2 എടുക്കാൻ പാടില്ല. ആകെ എന്ന് മാത്രമേ ഉള്ളൂ 10ഉം 12ഉം ഉള്ളൂ. അപ്പൊ 10 × 12 എന്ന് പറയുന്നതാണ് എന്ത്? HCF എന്ന് പറയുന്നത്. എത്ര കിട്ടി? 120. ഓക്കെ,
ഇനി മറിച്ച് എൽ സി എം ആയിരുന്നു ചോദിച്ചെങ്കിലോ, പറഞ്ഞ എൽ സി എം ആയിരുന്നു ചോദിച്ചെങ്കിൽ നമ്മൾ ഇത് 1 ആവുന്ന വരെ ചെയ്യണം അല്ലേ, അതായത് ഇൻറ്റു 2 1 3 2 പിന്നെ ഇൻറ്റു 1 3 1 പിന്നെ 3 1 1 1 1 1 1 ആവുന്ന വരെ ചെയ്യണം. ഇനി നോക്കുക എന്ത് കിട്ടി, 10 ഇൻറ്റു 12 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലെ, ഇത്രയും ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ആൻസർ കിട്ടത്തുള്ളൂ അല്ലെ. 3 ഇൻറ്റു 2 എത്ര, 6, 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 12 144, 144 ഇൻറ്റു 10 1440. ഇതാണ് എത്രയെന്ന് പറയുന്നത്, ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത്. നമ്മളോട് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ, ഇതെല്ലാത്തിലും മൾട്ടിപ്ലൈ ആവുന്ന ലീസ്റ്റ് കോമൺ വാല്യൂ ആണ് എത്രയെന്ന് പറയുന്നത്. 240 ടേബിളിൽ ഇത് ഡിവിസിബിൾ ആകും, 360 ടേബിളിൽ ഡിവിസിബിൾ ആകും, 480 ടേബിളിൽ ഡിവിസിബിൾ ആകുന്ന, മൂന്നിലും ഡിവിസിബിൾ ആകുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത് 1440 എന്ന് പറയുന്നത്. എച്ച് സി എഫ് എത്ര കിട്ടി, 120 കിട്ടി. എൽ സി എം എത്ര കിട്ടി, 1440 കിട്ടി. ഇവിടുത്തെ കേസിൽ എച്ച് സി എഫ് മാത്രമേ കിട്ടിയുള്ളൂ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആർ പി ഒ എസ് ഐ, ഇതെല്ലാം ഈ വർഷത്തെയാണ് കേട്ടോ, എല്ലാം 2024 ചോദിച്ചാണ്. നിങ്ങൾ ഇതിനകത്തുള്ള ഈ പി വൈ ക്യൂസ് മാത്രം കൺസെപ്റ്റ് മനസ്സിലാക്കി പോയി നോക്കിയോ, നിങ്ങൾക്ക് ചുമ്മാ സ്കോർ ചെയ്യാൻ പറ്റും. നമ്പർ സിസ്റ്റം എന്നല്ല, ഏത് ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് ചുമ്മാ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഇത് നോക്കുക, എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഓഫ് ടു നമ്പേഴ്സ് ആർ 162 ആൻഡ് 27 റെസ്പെക്റ്റീവ്ലി. ഇഫ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് 54 then the other number is. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ എൽ സി എമ്മിന്റെയും എച്ച് സി എഫിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കുക അല്ലെ. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എൽ സി എം ഇൻറ്റു എച്ച് സി എഫിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്താ തന്നിട്ടുള്ള, എൽ സി എം 162 ആണെന്ന് തന്നിട്ടുണ്ട്, അതേപോലെ എച്ച് സി എഫ് 27 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം, 162 ഇൻറ്റു 27 എഴുതാം. ഇനി അടുത്ത് നോക്കുക, ഇഫ് വൺ ഓഫ് ദ അതർ നമ്പർ ഈസ് 54, അതായത് ഒരു നമ്പർ, അത് എക്സ് വേണോ ആവാം വൈ വേണോ ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. അപ്പൊ 54 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 162 ഇൻറ്റു 27. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, നമ്മുടെ വെറുതെ സമയം കളയുന്നതാണ്. വൈ ഈസ് ഈക്വൽ ടു ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 162 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 54 ഇങ്ങനെ എഴുതാവേ. ഇനി ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്യാം, 27 54 എത്ര തവണ, 2 തവണ. 162 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 81. വൈയുടെ വാല്യൂ എത്ര കിട്ടി, 81 എന്ന് കിട്ടി. ഓപ്ഷൻ എത്ര, എ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, then find the other number. ആൻസർ എത്രയാ, എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാ. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതും ടെക്നീഷ്യന് ചോദിച്ചതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, the LCM and HCF of two numbers is 6 and 1824. If one of the number is 96, then the other number is. നേരത്തെ പോലെ തന്നെ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, LCM ഇൻറ്റു HCFന് ഈക്വൽ ആയിരിക്കും. എക്സ് എത്രയാ, ഒരു നമ്പർ 96 ആണ് തന്നിട്ടുണ്ട്, അടുത്ത നമ്പർ y ആണെന്നും തന്നിട്ടുണ്ട്. 96 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു LCM എത്രയാണ്, 1824, HCF എത്രയാണ്, 6. അപ്പോൾ y ഈസ് ഈക്വൽ ടു 1824 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 96 അല്ലെ. ഈ 6ഉം 96ഉം എന്ത് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാം. എത്ര വന്നു, 16 വന്നു. 16ഉം 1824 ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ പതുക്കെ 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ചെയ്ത് പോയാൽ മതി. ഓക്കെ, എത്ര കിട്ടി, 114. ഓക്കെ, 114 ഒന്നും ഓപ്ഷൻ. ഓക്കെ, 114 ആണ്. ഓക്കെ, ഓപ്ഷൻ എഴുതിയപ്പോൾ മാറിപ്പോയതായിരിക്കും. 114 ആണ് എന്തെന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത്. എന്ത് കിട്ടി, ഓപ്ഷൻ എ. ഓക്കെ, 1824 ഡിവൈഡ് ബൈ 60 എന്ന് പറയുന്നത് എത്ര വരുന്ന, 16 ഒരു തവണ, ബാക്കി 22. 22ന് തൊട്ട് താഴെ വരുന്ന 16ന്റെ ഏതാ, 16 തന്നെയാണ്, അതും ഒരു തവണ, ബാക്കി 64. 64 16 ടേബിൾ എത്ര തവണ, 4 തവണ. അപ്പൊ ആൻസർ എന്ത് തോന്നുന്നു, 114. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the number of factors of any prime number is. ഓക്കെ, അതിന് മുമ്പ് ഫാക്ടേഴ്സ് എന്താ, നമ്മളോട് എന്താ വെച്ചിരിക്കുന്നത്, ഫാക്ടേഴ്സ്, the number of factors of any prime number. ഈ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. 4 എന്നുള്ള നമ്പർ, ഈ 4 എന്നുള്ള നമ്പറിനെ ഏതൊക്കെ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടും, 1 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താ, 1 ആണ് അല്ലേ. അതേപോലെ 1 ഇൻറ്റു 4 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 4 കിട്ടും. അതേപോലെ 2 ഇൻറ്റു 2 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 4 കിട്ടും. പിന്നെ എന്ത് ചെയ്യാം, 4 ഇൻറ്റു 1 ചെയ്താലും എനിക്ക് 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്, 3 ആണ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5ന്റെ കേസ്, 5ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും അല്ലെ. അപ്പോൾ 1ഉം 5. ഇനി 6ന്റെ കേസ് പറയുകയാണെങ്കിലോ നോക്കുക, 1 പിന്നെ 2 പിന്നെ 3
പിന്നെ 6 അല്ലെ 1 into 6 ചെയ്താൽ കിട്ടും, 2 into 3 ചെയ്താൽ കിട്ടും, അതേപോലെ 3 into 2 ചെയ്താൽ കിട്ടും, അതേപോലെ 6 into 1 ചെയ്താൽ കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ എത്രയാണ്? 4 ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എനി പ്രൈം നമ്പർ ഈസ്, ഏതെങ്കിലും ഒരു പ്രൈം നമ്പറിന്റെ ഇന്ന പ്രൈം നമ്പർ എന്നല്ല, ഏതെങ്കിലും ഒരു പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് എത്രയാണ്? ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, എത്ര ഫാക്ടേഴ്സ് കാണും എന്നുള്ളതാണ്. നോക്കാം. അതേപോലെ 1 എന്ന് പറയുന്നത് പ്രൈം ആണോ? അല്ല, 1 എന്ന് പറയുന്നത് പ്രൈം അല്ല. ഓക്കെ, 2 ആണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യും. ഏതെടുത്താലും 2, 3, 5, 7, 11 പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ ആ നമ്പറുമായിട്ടും 1ഉമായിട്ടും മാത്രമേ ഡിവിസിബിൾ ആവാൻ പാടുള്ളൂ, വേറൊരു നമ്പറുമായിട്ടും ഡിവിസിബിൾ ആവാൻ പാടില്ല. ഉദാഹരണത്തിന് 4 പ്രൈം ആണോ? അല്ല, കാരണം 4 എന്ന് പറയുന്നത് 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവൂലേ? പ്രൈം ആകണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ടും 1ഉമായിട്ടും മാത്രമേ ഡിവിസിബിൾ ആവാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ മറിച്ച് 9 പ്രൈം ആണോ? അല്ല, കാരണം എന്താ? 9 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആകും അല്ലേ? ഓക്കെ, ഇനി 11 കഴിഞ്ഞാൽ അടുത്ത പ്രൈം ചെയ്ത് വരും, 13 വരും. നോക്കി, ഇത് ഏത് കേസ് എടുത്താലും, ഏത് പ്രൈം നമ്പർ എടുത്താലും, ഇപ്പൊ അതേ 11 എടുക്കാം. 11ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയാ? 1ഉം 11ഉം ആണ് അല്ലെ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി 2ന്റെ എടുക്കുകയാണെങ്കിൽ 1ഉം 2ഉം ആണ്, 3ന്റെ എടുക്കുകയാണെങ്കിൽ 1ഉം 3ഉം ആണ് അല്ലെ? അപ്പൊ എല്ലാത്തിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഏതൊരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെയർ ഓഫ് കോ പ്രൈം നമ്പേഴ്സ്? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ പ്രൈമും കോ പ്രൈമും എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി കോ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 നമ്പർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്ര നമ്പർ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓക്കെ, കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് ആ 2 നമ്പറും, ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇത് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ എടുത്തു, 52ഉം 24, ഇത് രണ്ടിലും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ആവുന്ന നമ്പർ എന്ന് പറയുന്നത് 1 മാത്രമായിരിക്കണം. കോമൺ ഫാക്ടർ 1 മാത്രമായിരിക്കണം. നോക്കി, പക്ഷെ ഇവിടുത്തെ കേസിൽ ഈ 52 എന്ന് പറയുന്നത് 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും, അതേപോലെ 24 എന്ന് പറയുന്നത് 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. അങ്ങനെ ഡിവിസിബിൾ ആവാൻ പാടില്ല. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ആവാൻ പാടുള്ളൂ? 1 മാത്രമേ ആകാൻ പാടുള്ളൂ. ഇത് നോക്കിയേ, 52ഉം 24ഉം 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും അല്ലെ? ഇനി അതേപോലെ ഇത് നോക്കിയേ, 363ഉം 77ഉം, ഈ സത്യം പറഞ്ഞാൽ നോക്കുക, 77 എന്തിന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും? 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. 363 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? നമ്മൾ ആ നേരത്തെ പഠിച്ച റൂൾ തന്നെ നോക്കിയാൽ മതി. ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, എന്നിട്ട് സം ചെയ്യുക. ഈവൻ പൊസിഷൻസിൽ 6 മാത്രമേ ഉള്ളൂ, 6 മാത്രമേ ഉള്ളൂ അല്ലെ? 3 + 3 എത്രയാ? 6. 6 - 6 എത്രയാ? 0. റിസൾട്ടന്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ റിസൾട്ടന്റ് 0 ആണ്. അപ്പൊ ഇതെന്തായി? 11ന്റെ ടേബിളിൽ മൾട്ടിപ്ലൈ. അപ്പം കോപ്രൈം ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? തന്നിരിക്കുന്ന 2 നമ്പറിന്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇവിടെ കോമൺ ഫാക്ടർ 11 ഉണ്ട്, അപ്പൊ ഇതുമല്ല. ഇനി അതേപോലെ ഇവിടുത്തെ കേസ് 49 എന്തിന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും? 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഇനി 455 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ എന്ന് നോക്കണം. നേരത്തെ പോലെ തന്നെ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഓർമ്മയില്ലേ? എന്തായിരുന്നു 7ന്റെ ഡിവിസിബിലിറ്റി റൂള്? യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 എത്രയാ? 10. എന്നിട്ട് റിമൈനിങ് പ്രോഡക്റ്റുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 45 - 10 എത്ര കിട്ടി? 35 കിട്ടി. 35 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? 35 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. അപ്പൊ എൻ്റെ നമ്പർ 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. അപ്പൊ ഇതിന് എന്തുണ്ട്? 1 അല്ലാതെ 7 കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പൊ ഇതുമായിരിക്കും അല്ല? ഇനി ബാക്കി ആരേ ഉള്ളൂ? ഇതേ ഉള്ളൂ. ഇനി അത് നോക്കിയോ, 81ഉം 16. ഈ 16 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. പക്ഷെ 81 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അതേപോലെ 81 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും, 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. പക്ഷെ 16 3ന്റെയോ 9ന്റെയോ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അതായത് കോമൺ ഫാക്ടർ എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ അല്ലേ? 1 മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, 2 numbers are respectively 30% and 37% less than a third number. Okay. What percentage of the first number is the second number? ഇതൊന്നും ടെക്നീഷ്യൻ എന്ന് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? 2 numbers എന്ന് പറയുന്നത് 2 നമ്പർ മൂന്നാമത്തെ നമ്പറിനേക്കാൾ 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്പറിനേക്കാൾ 30% കുറവും, രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്പറിനേക്കാൾ 37% കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം ആ മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 30% കുറവാണ്
അല്ലേ? 30% കുറവാണ്. 100ന് 30% എത്രയാ? 30 തന്നെയാണ്. അപ്പൊ 100ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 70 ഉള്ളൂ. അതേപോലെ അടുത്ത രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 100ന്റെ 37% ലെസ് ആണ്. ഇവിടെ നിങ്ങൾ 100 തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ 100 എടുത്തത് 100 നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. നിങ്ങൾ എത്ര വലിയ നമ്പർ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അത്ര ബുദ്ധിമുട്ടായിരിക്കും ചില നമ്പറൊക്കെ എടുത്ത്. ഇപ്പൊ 99 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 37% കണ്ടുപിടിക്കാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും, അല്ലെ? ഇനി 100ന് 37% എന്ന് പറയുന്നത് എത്രയാണ്? 37 ആണ്. അപ്പൊ 37% കുറവാന്ന് പറയുന്നത്. അപ്പൊ 100ൽ നിന്ന് 37 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 63 ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് പെർസെന്റേജ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് ദ സെക്കൻഡ് നമ്പർ? അതായത് 63 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 70ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? 63 എന്ന് പറയുന്നത് 70ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താ? 63 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100. 0യും 0യും ക്യാൻസൽ ആയിപ്പോയി. 7 63 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 9 ഇൻറ്റു 10 90%. ഓക്കെ, 9 ഇൻറ്റു 10 90%. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. If 85% of a number is added to 24, then the result is the same number. Okay, then 75% of the number is. ഇവിടെ വേണമെങ്കിൽ then എന്നിട്ട് then 75% of the number is. നോക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, x ആണെന്ന് വിചാരിക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? If 85% of a number, അതായത് ഈ എക്സിന്റെ 85%, എക്സിന്റെ 85% എന്ന് പറയുന്നത് എത്ര തന്നെയാ? 85x ഡിവൈഡഡ് ബൈ 100. ഇതിന്റെ 85% ഞാൻ 24 ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതേ നമ്പറാണ്. അതായത് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 75% ഓഫ് ദ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ 85x ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതിന് എനിക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 17 ഡിവൈഡഡ് ബൈ 20. ഇനി നോക്കുക, 17x ഡിവൈഡഡ് ബൈ 20 പ്ലസ് 24 എന്ന് പറയുന്നതാണ് എന്തിന് ഈക്വൽ? എക്സിന് ഈക്വൽ, അല്ലെ? ഇനി ഈ 17x ബൈ 20 അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 24 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 17x ഡിവൈഡഡ് ബൈ 20. 24 ഈസ് ഈക്വൽ ടു, ഈ 20 LCM എടുക്കാൻ നേരത്തെ എന്ത് വരും? 20x മൈനസ് 17x ഡിവൈഡഡ് ബൈ 20, അല്ലെ? ഇനി നോക്കുക, ഇനി എന്ത് കിട്ടി? 24 ഈസ് ഈക്വൽ ടു 20x മൈനസ് 17x 3x ഡിവൈഡഡ് ബൈ 20. ഈ 3യും ഈ 24ഉം ക്യാൻസൽ ചെയ്യാലോ. എന്ത് കിട്ടി? 8 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 20, അല്ലെ? 8 ഇൻറ്റു 20 എത്രയാ? 160. അപ്പൊ നമ്മൾ ഉടനെ ചാടിക്കറി എന്ത് ചെയ്യും? ആൻസർ 160 എന്ന് കൊടുക്കും, അല്ലെ? 160 കിട്ടി കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് അതാണോ കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ നമ്പർ ആണോ? അല്ല, 75% ഓഫ് ദ സെയിം നമ്പർ ഈസ്. അതാണ് ക്വസ്റ്റ്യൻ. ആ നമ്പർ ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ആ നമ്പറിന്റെ 75% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 160ന്റെ 75% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 160 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100. 25ന്റെ ടേബിളിൽ കട്ട് ചെയ്യാലോ. 75% എന്ന് പറയുന്നത് 3/4 ആണ്. ഇനി ഈ 4ഉം ഈ 160യും ക്യാൻസൽ ചെയ്യാലോ. എത്ര കിട്ടി? 40 കിട്ടി. ഇനി ബാക്കി എന്തേ ഉള്ളൂ? 40 ഇൻറ്റു 3. 40 ഇൻറ്റു 3 എത്രയാ? 120. ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ സി. നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് ഈ 160 കിട്ടി കഴിയാൻ നേരം നമ്മൾ എന്ത് ചെയ്യും? നേരെ ചാടിക്കൊരു 160 കൊടുക്കും. ഓക്കെ, അങ്ങനെ തെറ്റാൻ ഒരുപാട് പ്രോബിലിറ്റി ഉണ്ട്. കാരണം നമ്മളൊന്നും അത് എക്സാം എഴുതാൻ നേരത്ത് ഭയങ്കര പെട്ടെന്നാണ് ചെയ്തു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കുക. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആൻസർ ചെയ്യാവുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എമംഗ് √2, 3⁻⁴ ആൻഡ് 4⁻⁴ ഈസ്. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമാണ്, കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ. നോക്കുക, നമുക്ക് √2ന്റെ വാല്യൂ എത്രയെന്ന് അറിയാം. ഓബിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും 1.414 ആണ്. √2ന്റെ വാല്യൂ എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്, അല്ലേ? 1.414 ആണ്. പക്ഷെ അടുത്ത് നോക്കിയേ, 3⁻⁴ ആണ്. 3⁻⁴ വാല്യൂ എത്രയെന്ന് അറിയോ? ഇല്ല. അതേപോലെ അടുത്ത എന്താ? 4⁻⁴ ആണ്. അതിന്റെ വാല്യൂ എത്രയെന്ന് അറിയോ? ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നോക്കിയേ, ഈ √2 എന്നുള്ളതിനെ എനിക്ക് 2⁻² എന്ന് എഴുതാലോ. കാരണം 2⁻² എന്ന് പറയുന്നതാണ് √2, അല്ലെ? അങ്ങനെ എഴുതാലോ, കുഴപ്പമില്ലല്ലോ. അതേപോലെ അടുത്തത് 3⁻⁴, അടുത്ത 4⁻⁴. ഇനി നമ്മുടെ റേസ് കിടക്കുന്നതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? റേസ് എന്താണ്? 1/2, 1/3, 1/4. അതിന്റെ ഡിനോമിനേറ്റർ എത്രയാ? 2, 3, 4, അല്ലെ? ഞാൻ ഇതിന്റെ LCM എടുക്കുക. 2ന്റെയും 3ന്റെയും 4ന്റെയും LCM എത്ര? 12 ആണ്. ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ വെറുതെ ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, ദാ
2ന്റെ ടേബിൾ ഡിവിസിബിൾ ആകുമ്പോൾ 1 3 2 അല്ലേ. ഇനി അടുത്ത് 2ന്റെ കേസ് ആകുമ്പോൾ 1 3 1. ഇനി അടുത്ത് എന്തേ ഉള്ളൂ 3 1 1 1. ഇനി നോക്കിയേ 2 × 2 4 4 × 3 12. നമുക്ക് LCM എന്തെന്ന് കിട്ടി 12 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കുക 2⁻1/2 അല്ലേ. ഈ 2നെ 12 ആക്കാൻ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതായത് മുകളിലും താഴെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 6/12 എന്ന് വന്നു. ഈ 6/12 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 1/2 തന്നെയാണ് അല്ലേ. 6/12 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയല്ലേ. അതേപോലെ അടുത്ത 3⁻1/3. 3 12 ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3⁻4/12. അടുത്ത 4⁻1/4 എന്ന് പറയുന്നത് എന്താ 3/12. 3/12 അല്ലേ 1/4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക ഇതിനെ ഈ 2⁻6/12 എന്നുള്ളതിനെ എനിക്ക് 2⁻6 × 1/12 എന്ന് എഴുതാലോ. ഓക്കെ, ശ്രദ്ധിക്കുക x⁻a × x⁻b എന്ന് പറയുന്നത് എന്താ x⁻a + b ആണ്. അതേപോലെ x⁻a the whole raised to b എന്ന് പറയുന്നത് x⁻a × b ആണ്. ഓക്കെ, x⁻a the whole raised to b എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, x⁻a × b ക്ക് ഈക്വൽ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇതിന് എനിക്ക് എന്ത് എഴുതാം 2⁻6 × 1/12 എന്ന് എഴുതാം. അതെന്ത് തന്നെയാണ് 2⁻6/12 തന്നെയാണ്. ഓക്കെ, ഇനി മറ്റേതും അതേപോലെ എഴുതുകയാണ് 3⁻4 the whole raised to 1/12. അതേപോലെ അടുത്ത അങ്ങനെ എഴുതുകയാണ് 4⁻3 the whole raised to 1/12. ഓക്കെ, 2⁻6 എത്രയാ 2 4 8 16 32 64 അല്ലെ. 2⁻6 എത്രയാ 64. 64⁻1/2 കോമ 3⁻4 എത്രയാ 3⁻4 എന്ന് പറയുന്നത് 81 ആണ്. 81⁻1/4 സോറി 1/12. അതേപോലെ 4³ എത്രയാ 4³ 64 ആണ്. 64⁻1/12. ഇനി നോക്കി ഇവിടെ എല്ലാം സെയിം ആയി 1/12 1/12 1/12. ഇനി ഈ തന്നിരിക്കുന്ന 3 നമ്പറിൽ ഏതാ ഏറ്റവും വലുതെന്ന് നോക്കിയാൽ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നല്ലേ. ഏറ്റവും വലിയ നമ്പർ ഏതാ 81⁻1/12 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ 3⁻1/3. 81⁻1/12 എന്ന് പറയുന്നത് ഏതാ 3/1/3 അല്ലേ. അപ്പോൾ ഓപ്ഷൻ എന്താ ഓപ്ഷൻ ബി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എല്ലാം ഇതാണെങ്കിൽ ഇതാണ്. ഇനി സ്മോളസ്റ്റ് ഏതാന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഏതായനെ √2ഉം 4⁻1/4 അത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. അപ്പൊ അതാണ് സ്മോളസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏതാ ബോത്ത് √2 ആൻഡ് 4⁻1/4. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, ഇൻ വിച്ച് ഓഫ് ദ pairs of the following number is none of the two numbers a prime number but the two numbers are co-primes. നമുക്ക് എന്താ തന്നിട്ടുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് പറയാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ ഏതാണ് കോപ്രൈം ആയിട്ടുള്ള നമ്പർ. അത് കോപ്രൈം ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല പ്രൈം ആവാൻ പാടില്ല. നിങ്ങൾ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു കോപ്രൈം ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അതിന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്തേ ആകാവുള്ളൂ 1 ആവാൻ പാടുള്ളൂ അല്ലെ. നിങ്ങൾ ഏത് 2 പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ കോമൺ ഫാക്ടർ എന്താ 1 മാത്രമാണ് അല്ലെ. ഇതാ 7ഉം 11ഉം 7ഉം 11ന്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ 1 ആണ്. ഏത് 2 പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. കാരണം അത് വേറൊരു നമ്പറുമായിട്ട് ഡിവിസിബിൾ ആവൂല അല്ലെ. അതല്ലേ പ്രൈമിന്റെ പ്രത്യേകത. ഇനി 7ഉം 11ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ടേബിളിൽ മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ 1ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുള്ളൂ. നമ്മളോട് ഇനി ചോദിച്ചേക്കുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ കോപ്രൈം ആയിരിക്കണം, പക്ഷെ അത് എന്താവാൻ പാടില്ല പ്രൈം നമ്പർ ആവാൻ പാടില്ല. ഇത് ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ 21ഉം 35ഉം. 21ഉം 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആണ്, 35ഉം 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആണ്. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാ? കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണോ? അല്ല, 7ഉം ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ എ ആയിരിക്കുമോ? അല്ല. അടുത്ത് നോക്കുക 19ഉം 27ഉം. 19ഉം 27ഉം എന്ന് പറയുന്നത് എന്താണ്? കോപ്രൈം ആണ് അല്ലെ. 19 27ഉം കോപ്രൈമോ ഒന്നിന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവില്ല. 27 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുമായിരിക്കും, പക്ഷെ 19 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുമോ? ഇല്ല. ഇനി പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ 19 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? 2 കോപ്രൈം ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല പ്രൈം ആകാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ ബി വരുമോ? ഇല്ല. ഇനി അടുത്ത് നോക്കിയേ 11ഉം 17ഉം. 11ഉം 17ഉം കാണുമ്പോഴേ അറിയാം അതെന്താ പ്രൈം ആണ്. 11 എന്ന് പറയുന്നത് പ്രൈം ആണ്. അതേപോലെ 17 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കുമോ? ഓപ്ഷൻ സിയോ അല്ല. ഇനി അടുത്ത ഓപ്ഷൻ ഡി നോക്കിയേ 8ഉം 25ഉം. 8 എന്ന് പറയുന്നത് പ്രൈം ആണോ? അല്ല, കാരണം അത് 2ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. 25 എന്ന് പറയുന്ന പ്രൈം ആണോ? അല്ല, അത് 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഇനി
ഇത് കോപ്രൈം ആണോ? കോപ്രൈം ആണ്. കാരണം ഇത് രണ്ടിന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. കാരണം 8 രണ്ടിന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും, അതേപോലെ 4 ഡിവിസിബിൾ ആവും. പക്ഷെ 25ന്റെ ടേബിളിൽ 2 or 4 ഡിവിസിബിൾ ആകുമോ? ഇല്ല. അതേപോലെ 25 എന്ന് പറയുന്നത് 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും, പക്ഷെ 8 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും? ഇല്ല. അപ്പൊ 8ന്റെ 25ന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ഡി. ഇനി അടുത്ത നോക്കിയേ, ദ സം ഓഫ് ദി സ്ക്വയർ ഓഫ് two positive number is 145. Okay. If the square root of one of the number is 3, then find the other number. Okay. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? രണ്ട് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, എക്സും വൈയും. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ദ സം ഓഫ് ദി സ്ക്വയർ ഓഫ് ടു പോസിറ്റീവ് നമ്പർ. സം ഓഫ് ദി സ്ക്വയർ ഓഫ് ടു പോസിറ്റീവ് നമ്പർ, അതായത് തന്നിരിക്കുന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം, അതായത് എക്സിന്റെ സ്ക്വയറും അതേപോലെ വൈയുടെ സ്ക്വയറും, അതിന്റെ സം എന്ന് പറയുന്നത് എത്രയാ? 145 ആണ്. ഓക്കെ, എന്താണ്? 145 ആണ്. ഇനി നമുക്ക് അടുത്ത തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വൺ ഓഫ് ദി നമ്പർ ഈസ് 3, ഏതെങ്കിലും തന്നിരിക്കുന്ന ഒന്ന്, എക്സ് എടുത്താലും നിങ്ങൾക്ക് കിട്ടും, വൈ എടുത്താലും നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമില്ല. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു നമ്പർ, തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം, നിങ്ങൾ വൈ എടുത്താലും കിട്ടും. ഓക്കെ, ഈ എക്സിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതാണ് എത്ര? 3. ഇഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വൺ ഓഫ് ദി നമ്പർ ഈസ് 3, ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതാണ് എത്ര? 3 എന്ന് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി റൂട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ? 9 ആണ് അല്ലെ? എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 9 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് 9 ആണെങ്കിൽ എക്സ് സ്ക്വയർ എത്രയാ? 81 ആണ്. എക്സ് സ്ക്വയർ 81 ആണ്. അപ്പൊ എന്ത് കിട്ടി? 81 പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 145. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 145 മൈനസ് 81 എന്ത് കിട്ടി? എത്ര കിട്ടും? 64 കിട്ടും അല്ലെ? വൈ സ്ക്വയർ എത്രയെന്ന് കിട്ടി? 64 എന്ന് കിട്ടി. വൈ സ്ക്വയർ 64 ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് 64 കൊടുക്കരുത് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ദെൻ ഫൈൻഡ് ദി അതർ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 ആണ്. വൈ സ്ക്വയർ 64 ആണെങ്കിൽ വൈ എത്രയാണ്? 8 ആണ്. അപ്പൊ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ. ഇനി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ ഓൾ ദി നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10? അതായത് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് 1 തൊട്ട് 10 വരെയുള്ള? ഏതാ? 1 2 3 4 5 6 7 8 9 10. ഇതെല്ലാത്തിലും ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത് ഭയങ്കര എളുപ്പമുള്ളതാണ്. നോക്കിയേ, 10ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് 0 ആണോ? അല്ല. ഈ ഓപ്ഷൻ അല്ല. ഇത് 0 ആണോ? അല്ല. യൂണിറ്റ് ഡിജിറ്റ് എന്താ? 8 ആണ്. അപ്പോൾ എന്തല്ലെന്ന് മനസ്സിലായി? ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ സിയും അല്ല. ഇനി അടുത്ത് നോക്കി, 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? എല്ലാ ഡിജിറ്റ് തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആണ്. ഈ 1000ന്റെ കേസ് നോക്കി, ഇതിന്റെ ഡിജിറ്റിന്റെ സം എത്രയാണ്? 1 + 0 + 0 + 0 1 ആണ്. അത് 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. ഈ നമ്പർ എന്താ? ഇല്ല, 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ഇനി ബാക്കി ഏതേ ഉള്ളൂ? ഈ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഈ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി ചെയ്തു പോലും നോക്കണ്ട, നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഒരു 10 സെക്കൻഡ് എടുക്കുള്ളൂ. നോക്കി, ഇനി ഇത് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നോക്കൂ. 1ന്റെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവരും ഡിവിസിബിൾ ആകും. 2 യൂണിറ്റ് ഡിജിറ്റ് ഈവൻ ആയിരിക്കണം. യൂണിറ്റ് ഡിജിറ്റ് ഈവൻ ആണ്. അടുത്ത 3 എന്ന് പറയുന്നത് എന്താ? സമ്മിന്റെ ഡിജിറ്റ് എത്ര ആയിരിക്കണം? 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയിരിക്കണം. സമ്മിന്റെ എത്ര? 2 + 5 + 2 + 0 എത്ര കിട്ടി? 9. 9 3യുടെ ടേബിളിൽ ഡിവിസിബിൾ ആവുമല്ലോ. അപ്പൊ എൻ്റെ നമ്പർ ഡിവിസിബിൾ ആവും. അടുത്ത 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 20 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമല്ലോ. ഡിവിസിബിൾ ആവും. അപ്പൊ എൻ്റെ നമ്പർ ഡിവിസിബിൾ ആവും. അടുത്ത 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കണം അല്ലെ? അത് 0 ആണ്, അതുകൊണ്ട് അതും ഡിവിസിബിൾ ആയി. ഇനി 6 എന്ന് പറയുന്നത് എന്ത് നോക്കിയാൽ എന്ന് പറഞ്ഞു? 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി അടുത്ത 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുക. 252 0. ഈ 0യുടെ ഡബിൾ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ? 252 തന്നെ കിട്ടുള്ളൂ അല്ലെ? 0യുടെ ഡബിൾ 0 × 2 എന്ന് പറയുന്നത് എത്രയാ? 0 തന്നെയാണ്. അപ്പൊ 252യുടെ 0 കുറച്ച് കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഓക്കെ, 0 ഇട്ടട്ടെ. ഇനി ഇത് കിട്ടി. ഇതിന്റെയും നേരത്തെ പോലെ ചെയ്യാം. 252 യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടി? 4 കിട്ടി. ഇനി ബാക്കിയുള്ള റിമൈനിങ് 25 4 കുറയ്ക്കുക. എത്ര വന്നു? 21 വന്നു. 21 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. എൻ്റെ നമ്പർ എന്തായി? 7ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയി. ഇനി അതേപോലെ 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 3 ഡിജിറ്റ്. ഇത് ഞാനിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പരീക്ഷയ്ക്ക് 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ആയിരിക്കണമല്ലോ എന്തായാലും ഉറപ്പായിട്ടുള്ള ആൻസർ. നമ്മളത് കൊടുത്തിട്ട് അങ്ങ് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അങ്ങ് പോവാം, വെറുതെ സമയം കളയത്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. 528ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. 48 6 തവണ, റിമൈൻഡർ 4 45 ആണ്. 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും.
ഓക്കെ, അപ്പൊ എൻ്റെ നമ്പർ ഡിവിസിബിൾ ആവും. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവണം. 2 + 5 + 2 എത്ര? 9. 9ന്റെ ടേബിളിൽ എന്തായാലും ഡിവിസിബിൾ ആവുമല്ലോ. ഓക്കെ, അപ്പൊ ഈ നമ്പർ ഡിവിസിബിൾ ആവും. ഓപ്ഷൻ എന്ത് കിട്ടി? ഡി കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ഞാൻ പറഞ്ഞത്, നമുക്ക് 2 ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കും. ഈ ടൈപ്പ് മാത്രം 2 ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് ചുമ്മാ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്. നോക്കിയേ, ഇഫ് എ 3 ഡിജിറ്റ് നമ്പർ 2y5 is divisible by 11, then find the value of digit y. ഓക്കെ, നമ്മളോട് എന്താ വെച്ചേക്കുന്നത്? നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് 2y5. ഇതെന്ന് പറയുന്നത് എന്താ? 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആണ്. നമ്മൾ വിചാരിക്കും ഇത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ, ആദ്യം 3 ഇട്ട് കൊടുക്കുക, പിന്നെ 9 ഇട്ട് കൊടുക്കുക, 7 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരത്തെ ഏതെങ്കിലും ഒന്നേ ഡിവിസിബിൾ ആവുള്ളൂ. പക്ഷേ ഇത് ഇത്ര ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഇതൊരു 3 ഡിജിറ്റ്. ഇതൊരു വലിയ വാല്യൂ ആയിരുന്നെങ്കിൽ, അതായത് 4, 5, 3, 8, y 6 എന്നായിരുന്നെങ്കിൽ ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? ഒരുപാട് ഈ ഇട്ട് കൊടുക്കാൻ പറ്റും. ആദ്യം 3 ഇട്ട് കൊടുത്ത് ഇത്രയും ഡിവൈഡ് ചെയ്ത്, പിന്നെ 9 ഇട്ട് കൊടുത്ത് ഇത്രയും ഡിവൈഡ് ചെയ്ത് നമ്മൾ ഒരുപാട് സമയം പോകും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? ആ രീതി ചെയ്യാൻ പാടില്ല. വൈയുടെ ഡിവിസിബിലിറ്റി റൂൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് 2y5 അല്ലെ, യൂണിറ്റ് ഡിജിറ്റിൽ ഇരിക്കുന്ന എടുക്കുക, ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, അതിനെ സം ചെയ്യുക. അതേപോലെ ഈവൻ പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, അതിനെ സം ചെയ്യുക. ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന ആരൊക്കെയാ? 2ഉം 5ഉം. അതിന്റെ സം എന്ത് കിട്ടി? 2 + 5 7. ഈവൻ പൊസിഷനിൽ y മാത്രമേ ഉള്ളൂ. ഇനി 7 - y എന്ന് കിട്ടി. ഈ 7 - y എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഇതൊന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, നോക്കിയേ, 7 - y എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി നോക്കുക, ഈ y എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലേ? y എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. നോക്കുക, ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്ര വരെ വരുള്ളൂ? 0 തൊട്ട് 9 വരെ വരുള്ളൂ. ഒരൊറ്റ ഡിജിറ്റ് അല്ലേ ഉള്ളൂ, അപ്പൊ മാക്സിമം 9 വരുള്ളൂ. അതേപോലെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 0 ആണ്. ഇത് നോക്കിയേ, ഇതിനകത്ത് ഞാൻ 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? -2 എന്ന് വരും. നിങ്ങൾക്ക് മൈനസും പ്ലസും ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മൈനസ് ആണെങ്കിലും 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുന്നുണ്ടോ നോക്കിയാൽ -2. അതേപോലെ 0 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 7. ഇത് രണ്ടും 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും? ഇല്ല. ഇനി നോക്കിയേ, ഇതൊരിക്കലും 11 വരാൻ സാധ്യതയില്ല. 11ഓ 11ന്റെ മൾട്ടിപ്പിളോ വരാൻ സാധ്യതയില്ല. ഇനി ഇത് എന്ത് ചെയ്യാനേ ചാൻസ് ഉള്ളൂ? 0 ആക്കാൻ. 7 - y 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? വൈക്ക് എന്ത് ഇട്ട് കൊടുത്താൽ എനിക്ക് y - 7 0 ഇട്ട് കൊടുക്കും? 7 അല്ലെ? വൈക്ക് 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7 - 7 എന്തായി? 0 ആയി. അപ്പൊ ആൻസർ എന്താ? സി 7. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇതിലെന്തായി? 0 ആയി. ഓക്കെ, ആൻസർ എന്ത് കിട്ടി? 2, 7, 5 എന്ന് കിട്ടി. ഇതാ സംശയം ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 22 2 തവണ, ബാക്കി റിമൈൻഡർ 5, 25. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. സെയിം ടൈപ്പ്, ഇതും ടെക്നീഷ്യന് ചോദിച്ചാണ്. ഇതും നേരത്തെ ഒരേ ഷിഫ്റ്റിന് ചോദിച്ചതാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ തൊട്ട് നേരത്തെ. ഇത് രണ്ടും ഒരേ ഷിഫ്റ്റിന് ചോദിച്ചാൽ നോക്കിയേ, നമുക്ക് എത്ര പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും? ഇഫ് എ 3 ഡിജിറ്റ് നമ്പർ 42a is divisible by 9, then the value of digit a. എന്താ പറഞ്ഞേക്കുന്നത്? 42a എന്ന് പറയുന്നത് 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? നമ്മൾ വെറുതെ ഇതിവിടെ 6, പിന്നെ 1, പിന്നെ 3, പിന്നെ 9 വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയല്ലേ, നമുക്ക് നഷ്ടമാണ്. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് 4 + 2 + a എന്ന് പറയുന്നത് എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 4 + 2 എത്രയാ? 6. 6ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 9ന്റെ മൾട്ടിപ്പിൾ കിട്ടും? എയുടെ വാല്യൂ എപ്പോഴും ഓർക്കുക, എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലേ? എയുടെ വാല്യൂ മാക്സിമം 9 വരെ വരത്തുള്ളൂ. ഇനി നോക്കുക, 6ന്റെ കൂടെ 9 കൂട്ടിയാൽ 15 വരുന്നത്. 15 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആക്കും? ഇല്ല. പിന്നെ എയുടെ വാല്യൂ എനിക്ക് എന്ത് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ? 3 മാത്രമേ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ 6 + 3 9 ആയി. 9ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവും. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ സി. 4, 2, 3. നോക്കുക, 4 + 2 6, 6 + 3 9. ഓക്കെ, ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ 18579285492174 is divisible by. ഓക്കെ, നമ്മൾ കാണുമ്പോൾ വലിയൊരു നമ്പർ അല്ലേ, പക്ഷെ ഇത് എളുപ്പം കിട്ടും. നോക്കിയേ, ഓക്കെ, ഇത് RPFSIക്ക് ചോദിച്ചതാണ്. ഓക്കെ, ഈ കഴിഞ്ഞ 2024 RPFSIക്ക് ചോദിച്ചതാണ്. പ്രിലിംസ് അല്ല, ഒറ്റ എക്സാമേ ഉള്ളൂ. അതെ. ഇനി നോക്കിയേ, ദ നമ്പർ ഇത് ഈസ് ഡിവിസിബിൾ ബൈ ഇതിലേത്? 5. 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കണം. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0യോ 5 ആണോ? അല്ല. അപ്പോൾ 5ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുമോ? ഇല്ല. അടുത്ത 4. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ?
അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവണം. 74 എന്ന് പറയുന്ന നമ്പർ 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. 72, 76, 80 ഇങ്ങനെയല്ലേ പോകുന്നത്. 74 ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ 4 അല്ല. ഇനി അടുത്ത എന്താ? 8. 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 3 നമ്പർ എടുക്കുക. അത് 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആണോ നോക്കുക. 174. 174 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ നോക്കി. 16 ഒരു തവണ ബാക്കി റിമൈൻഡർ ഒന്നും 14 ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ 8 അല്ല. അപ്പൊ നമുക്ക് എന്തായി? ആൻസർ 11. ഓപ്ഷൻ ഡി. നോക്കി, നമ്മൾ ആദ്യമേ 11 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 11 ചെയ്യാൻ നേരത്ത് അതാ കുറച്ച് വലിയ നമ്പറാണ്. നമ്മൾ 11 ചെയ്തുകൊണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം പോകും. നമുക്ക് ചെയ്യാറിയാം, പക്ഷെ ഒരുപാട് ടൈം പോകും. നമ്മൾ അങ്ങനെ ടൈം കളയണോ? വേണ്ട. ഇനി 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾ എക്സാമിന് ചെക്ക് ചെയ്ത് നോക്കി സമയം കളയരുത്. ഓക്കെ, നമുക്ക് അത്ര ടൈം കളയാൻ കാണൂല. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, എന്നിട്ട് സം ചെയ്യുക. അല്ലെ? എന്ത് കിട്ടി? 1 + 5 6, 6 + 9 15, 15 + 8 23, 23 + 4 27, 20 + 7 + 2 29, 29 + 7 36. ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്നത് സം ചെയ്തപ്പോൾ എനിക്ക് 36 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈവൻ പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, സം ചെയ്യാം. 8 + 7 15, 15 + 2 17, 17 + 5 22, 22 + 9 31, 31 + 1 32, 32 + 4 36. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഇനി നോക്കിയേ, 36 നമ്മൾ എന്ത് ചെയ്യണം? ഇനി സബ്ട്രാക്ട് ചെയ്യണം. നമുക്ക് ആ ഓഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഈവൻ പൊസിഷനിൽ ഇരിക്കുന്ന സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടന്റ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. നമുക്ക് റിസൾട്ടന്റ് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ അതെന്താണ്? 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ 4-digit നമ്പർ 12Z4 is divisible by 4, then the greatest possible value of Z is. Okay, 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകണം. അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുകയാണെങ്കിൽ എൻ്റയർ നമ്പർ 4ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഇവിടുത്തെ കേസ് നോക്കുക. 12Z4, അതായത് ഇസഡിന്റെ വാല്യൂ 84 ആണോ, 24 ആണോ, 64 ആണോ, 44 ആണോ നോക്കി. ഇത് നോക്കിയേ, 84 4ന്റെ ടേബിൾ ഡിവിസിബിൾ ആവോ? ഡിവിസിബിൾ ആവും. 24 ഡിവിസിബിൾ ആവോ? ഡിവിസിബിൾ ആവും. 64 ആവോ? 44 ആവോ? ഇതെല്ലാം ഡിവിസിബിൾ ആവും അല്ലേ? ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? then the greatest possible value of z is, ഇസഡിന് പറ്റാവുന്ന ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇസഡിന് പറ്റാവുന്ന ഏറ്റവും വലിയ വാല്യൂ, ഇസഡിന് പറ്റാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 8 അല്ലേ? 84. 84 ഡിവിസിബിൾ ആവുമല്ലോ. അപ്പൊ ആൻസർ എന്താണ്? 84 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കാലോ. നോക്കിയേ, if the 4-digit number 13Z4 is divisible by 6, then the greatest possible value of Z is. Okay, 13Z4 is divisible by 6, then the greatest possible value of Z, ഇസഡിന് പറ്റാകുന്ന ഏറ്റവും വലിയ വാല്യൂ. then the value of Z എന്നാണോ ചോദിച്ചിരിക്കുന്നതല്ല, then the greatest possible value of Z എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നോക്കാം. 6ന്റെ മൾട്ടിപ്പിൾ റൂൾ എന്തായിരുന്നു? 2ന്റെയും 3യുടെയും ഡിവിസിബിലിറ്റി റൂൾ നോക്കിയാൽ മതി അല്ലെ? 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? യൂണിറ്റ് ഡിജിറ്റ് ഈവൻ ആയിരിക്കണം. ഇവിടുത്തെ കേസിൽ യൂണിറ്റ് ഡിജിറ്റ് ഈവൻ ആണ്, 4 ആണ് അല്ലെ? ഇനി അടുത്ത എന്താ? 3. 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഡിജിറ്റിന്റെ സമ്മ് എന്തായിരിക്കണം? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് എത്രയാ? 1 + 3 + Z + 4. എന്ത് കിട്ടി? 1 + 3 4, 4 + 4 8. Z 8 + Z എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് then the greatest possible value of Z ആണ്. തന്നിരിക്കുന്നതിൽ greatest possible value of Z. ഇസഡിന് ഞാൻ 4 കൊടുത്താൽ 8 + 4 എത്ര? 12 ആണ്. 12 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ എൻ്റെ നമ്പർ ഡിവിസിബിൾ ആവും. പക്ഷെ അതാണോ ചോദിച്ചിരിക്കുന്നില്ല, ഗ്രേറ്റസ്റ്റ് പോസിബിൾ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ 7 നോക്കി. 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇസഡിന് 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8 + 7 15. 15 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുകയും, അപ്പോൾ പറ്റാവുന്ന ഏറ്റവും വലിയ വാല്യൂ ഏതാ? ഓപ്ഷൻ എ 7 ആണ് അല്ലെ? 4ഉം പറ്റും, പക്ഷെ 7 അല്ലേ ഏറ്റവും വലിയ നമ്പർ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി ഏറ്റവും കുറവായിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ, then the smallest possible value ആയിരുന്നെങ്കിലോ എന്ത് നോക്കിയാൽ മതി? നമുക്ക് എന്താ കിട്ടിയത്? 8 ആണ് കിട്ടിയത്. 8ന്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ കിട്ടും?
1 ആഡ് ചെയ്താൽ കിട്ടും 9 കിട്ടും അല്ലേ? അപ്പോൾ ആൻസർ എന്തായാലും 1 ആയേനെ. സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ആയിരുന്നെങ്കിൽ എന്തായേനെ? 1 ആയേനെ. ക്ലിയർ അല്ലേ? അടുത്ത ഓക്കെ. വാട്ട് ലീസ്റ്റ് ഡിജിറ്റ് മസ്റ്റ് ബി അസൈൻ ടു കെ സോ ദാറ്റ് ദ 7-digit നമ്പർ 86325K6 ഈസ് ഡിവിസിബിൾ ബൈ 11. ഓക്കെ, ഇതും PYQ തന്നെയാണ് കേട്ടോ. ഇതും PYQ തന്നെയാണ്. ഇത് ALPക്ക് ചോദിച്ചു. ഓക്കെ, ALPക്ക് ചോദിച്ചു. ALP 2024. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 11. ഞാൻ പറഞ്ഞില്ല 11 ഡിവിസിബിലിറ്റി റൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കും. നിങ്ങൾ ഏത് ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഏത് എക്സാം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ ഇൻ്റെ കേസ് SSCയുടെ കേസ് പറയുകയാണെങ്കിൽ കൂടെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി 8, 6, 3, 2, 5, K6 ഇതെന്തായിരിക്കണം? 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആയിരിക്കണം അല്ലേ? 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, അതിൻ്റെ സം എടുക്കുക അല്ലേ? അതേപോലെ ഈവൻ പൊസിഷൻസിൽ ഇരിക്കുന്ന എടുക്കുക, അതിൻ്റെ സം എടുക്കുക. നോക്കിയേ, ഓഡ് പൊസിഷൻസിൽ ഇരിക്കുന്നതിൻ്റെ സം എത്രയാണ്? 8 + 3 11, 11 + 5 16, 16 + 6 22. അതേപോലെ ഇനി ഈവൻ പൊസിഷനിൽ ഇരിക്കുന്ന എടുത്ത് 6 + 2 8, 8 + K എന്താ? 8 + K. നമുക്ക് എന്നിട്ട് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്താണ് ചെയ്യേണ്ടത്? സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 22 - 8 - K എന്ന് കിട്ടി അല്ലേ? 22 - 8 - K എന്ന് കിട്ടി. 22 - 8 എത്രയാണ്? 14 ആണ്. 14 - K. ഇനി നോക്കിയേ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? Kക്ക് പറ്റാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ നമ്പർ 11ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതൊന്നെങ്കിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതേപോലെ K എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് പറ്റാവുന്ന ഏറ്റവും വലിയ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് അല്ലേ? ഇവിടെ മാക്സിമം എനിക്ക് 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും 14 - 9 എത്രയാണ്? 5 ആണ്. 5 എന്ന് പറയുന്നത് 11ന്റെ ലെവൽ ഡിവിസിബിൾ ആവും ഇല്ല. പിന്നെ ഏതാ ഡിവിസിബിൾ ആവും? 0 വരാനും പറ്റില്ല. 14 ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം K എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. ഇനി 14 മൈനസ് എന്ത് ചെയ്താൽ എനിക്ക് 11ന്റെ മൾട്ടിപ്പിൾ കിട്ടും? 11ന്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്? 14ന് താഴെയുള്ള 11 ഉണ്ടല്ലേ? 14ൽ നിന്ന് എന്ത് കുറച്ച് എനിക്ക് 11 കിട്ടും? 3 കിട്ടും. അപ്പോൾ Kയുടെ വാല്യൂ എത്ര ഇട്ട് കൊടുത്താൽ മതി? 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഒരു ക്വസ്റ്റ്യനോട് ചെയ്യും ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഇനി അടുത്ത. വാട്ട് ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 6072 ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 6072ന്റെ കൂടെ ഏത് ചെറിയ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയോ, കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 80ന്റെ സ്ക്വയർ എത്രയാണ്? 6400. അപ്പോൾ ഇതെന്തായാലും 80ന് സ്ക്വയറിന് താഴെയുള്ളൊരു നമ്പർ അല്ലേ? അതേപോലെ 75ന്റെ സ്ക്വയർ എത്രയാണ്? 75ന്റെ സ്ക്വയർ, ഈ 75ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഈ യൂണിറ്റ് ഡിജിറ്റ് 5 ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്, അതിൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഇനി 7ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 8 ആണ്. അതുമായിട്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 8 56. എല്ലാ കേസിലും അതേപോലെ 65 ആയിരുന്നെങ്കിൽ 65ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 25 ആയിരിക്കും. 6ന്റെ തൊട്ടടുത്ത നമ്പർ എത്ര? 7. 6 × 7 42. ഓക്കെ, ഇവിടുത്തെ കേസിൽ വേണ്ട. ഇനി നോക്കിയേ, ഇവിടെ 75ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5625 ആണ്. 80യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 6400 ആണ്. അപ്പം ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്നൊരു വാല്യൂ ആണ് അല്ലേ? ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്നൊരു വാല്യൂ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇതിൻ്റെ കൂടെ പറ്റാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഒരു സ്ക്വയർ എടുക്കാൻ അല്ലേ? ഇത് 6400 എന്ന് പറയുന്നതാണ് 80ന്റെ സ്ക്വയർ. ഈ ഓപ്ഷനിൽ നോക്കിയേ, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 16. ഈ 16 ആഡ് ചെയ്താലും 6090 വരും. ഇല്ല, അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് 6090 അപ്രോക്സിമേറ്റ് വരും. അപ്പോൾ ഇനി 79ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 അടുപ്പിച്ച് കുറയും. അത്രയും കുറയുമോ? 310 കുറയാം. ഈ 79ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6400നേക്കാൾ 300 കുറയുമോ? ഇല്ല. മോസ്റ്റ് പ്രോബബിളി അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും? 78ന്റെ സ്ക്വയർ. 78ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന് അപ്രോക്സിമേറ്റ് എത്താൻ ചാൻസ് ഉണ്ട് അല്ലേ? 78ന്റെ സ്ക്വയർ എത്രയാണ്? 78ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക ഒരു വഴിയുണ്ട്. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 അല്ലേ? 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 8ന്റെ സ്ക്വയർ എത്ര? അത് ഇങ്ങനെ എടുത്ത് എഴുതുക. ഇനി 7 × 8 എത്രയാണ്? 56. 56 × 2 എത്രയാണ്? 112. ആ 112 ഇവിടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എഴുതുക. എല്ലാ കേസിലും നിങ്ങൾക്ക് വെറും 12 ആയിരുന്നു കിട്ടുന്നെങ്കിൽ 12 എഴുതി. ഇവിടെ എപ്പോഴും എന്ത് ചെയ്തോളണം? ഒരു ഗ്യാപ്പ് വിട്ടോളണം. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ജസ്റ്റ് സം ചെയ്യുക. എന്ത് കിട്ടി? 4. 6 + 2 8, 9 + 1 0, 4 + 1 6, 6084.
നമുക്ക് എന്താ വേണ്ടത്? 6072ന്റെ കൂടെ ഏത് പറ്റാവുന്ന സ്മോളസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. 6084 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 6072ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 6084 വരും? 12 ആഡ് ചെയ്താൽ അല്ലേ 6084 വരാൻ 12 ആഡ് ചെയ്താൽ പോരെ? 12 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷൻ എന്ത് കിട്ടി? ഓപ്ഷൻ എ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.